ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ റോമാലേഖനം 14 അധ്യായത്തിൽ 1 തിരുലിഖിതം. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ലെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. ഇത് ശ്ലീഹ കൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രബോധനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വഴി അടയ്ക്കുന്നവന്റെ വഴി ദൈവം അടയ്ക്കും. വഴി തുറക്കാൻ വേണ്ടി ഞാനും നിങ്ങളും നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അടഞ്ഞിരിക്കുന്നവരുടെ വഴികൾ തുറന്നു കൊടുക്കുക. എന്നാൽ കുരുട്ടുബുദ്ധി, ദ്രോഹബുദ്ധി, നശീകരണ ബുദ്ധി, ഈ മേഖലകളിൽ നമ്മുടെ ബുദ്ധിയെ ഇരുളടഞ്ഞതാക്കി തീർക്കുന്ന അന്ധകാര ദുർബോധങ്ങളുടെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഇന്ന് കുടുംബങ്ങളിൽ മറ്റുള്ളവരുടെ വഴി അടയ്ക്കുന്നവരായി മാറും. ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഇന്ന് സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരെ വഴി അടയ്ക്കുന്നവരായി മാറും. ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഇന്ന് ഓഫീസുകളിലും രാഷ്ട്രീയ മേഖലകളിലും നമുക്കായി കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും മറ്റുള്ളവരെ വഴി അടയ്ക്കുന്നവരായി മാറും. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഇരുളടഞ്ഞ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിന്റെ അത്ഭുത പ്രവാഹം ഒരു നവപന്തക്കുസ്താനുഭവമായി ഇതാ ഈ സമൂഹത്തിലേക്ക് കർത്താവ് നൽകുന്നു. ഓ ദൈവമേ, വർഷങ്ങളായി കുരുട്ട് ബുദ്ധിയിലേക്കും ദ്രോഹബുദ്ധിയിലേക്കും നശീകരണ ബുദ്ധിയിലേക്കും എതിർ ചിന്തകളിലേക്കും പിശാച് കെട്ടി വലിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഓരോരുത്തരുടെയും ബുദ്ധിമണ്ഡലത്തിൽ നിന്ന്, ചിന്താമണ്ഡലത്തിൽ നിന്ന്, വികാര വിചാരങ്ങളിൽ നിന്ന് അന്ധകാര ദുർപീഡകൾ യേശുവിന്റെ അത്യത്ഭുത നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പരാജയം, മറ്റുള്ളവരുടെ നാശം, മറ്റുള്ളവരുടെ അധപ്പതനം ഇത് ആഗ്രഹിച്ച് എപ്പോഴും ഹൃദയത്തിൽ അന്ധകാര പീഡ അനുഭവിക്കുന്നവരിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാര പീഡകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചിട്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ വഴികളെ അടയ്ക്കാൻ വേണ്ടി സമയങ്ങളും ഊർജ്ജങ്ങളും എല്ലാ നന്മയും കഴിവുകളും അവസരങ്ങളും വിനിയോഗിക്കുന്നവരിൽ നിന്ന് എതിർപീഡകൾ, ദുർപീഡകൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാനെന്തും വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാനെന്തും വേണം. എൻ്റെ പേര് ടോണി, വൈഫിൻ്റെ പേര് ബീന, മകൻ്റെ പേര് ബ്ലസ്സൻ. ഞങ്ങൾ തൃശ്ശൂർ ചേറൂരിൽ വരുന്നു. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ വളരെ ദുഃഖത്തിലായിരുന്നു. 3 ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു വെരിക്കോസിലിൻ്റെ ഓപ്പറേഷൻ വേണം. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ കഴിച്ചില്ല. അങ്ങനെ 2006 ഏപ്രിൽ 30 ഇവിടെ വന്ന് ധ്യാനം കൂടി. ഒരാഴ്ച ധ്യാനം കൂടി. അങ്ങനെ ധ്യാനത്തിന് വളരെ ബുദ്ധിമുട്ടിയാണ് വന്ന്. വരുന്ന വഴിക്ക് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വൈഫിൻ്റെ കാലും മടങ്ങി വീണു. കാലുമ്മ ഭയങ്കര നീരൊക്കെയായി. ഇവിടെ വന്ന് പെടാൻ ഭയങ്കര പാടുപെട്ടു. അങ്ങനെ ധ്യാനകേന്ദ്രത്തിൻ്റെ പടിക്ക് വന്നിറങ്ങി. ഇവിടെ നടക്കാൻ പറ്റാണ്ട് ഇവിടുത്തെ സിസ്റ്റർ കൗണ്ടറിൽ നിന്ന് വന്ന് പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ രാജൻ ബ്രദർ കാല് 2 ദിവസം കാലുമ്മ തൈലൊക്കെ ഇട്ട് ഒഴിഞ്ഞു. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിന് ചെന്നു. കൗൺസിലിംഗ് ചെന്നപ്പോൾ ആന്റണി ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ കുട്ടികളെ കാണിക്കുന്നു, ആൺകുട്ടിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2008 ഓഗസ്റ്റ്
5-ാം തീയതി ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമമങ്കിൽ പുരങ്ങളെന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. എൻ്റെ പേര് ലിനി, ഭർത്താവിൻ്റെ പേര് ഫ്രാൻസിസ്, മോൻ്റെ പേര് ആൻ്റണി. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 2007 ഒക്ടോബർ മാസം ഇവിടെ വന്ന് ഒരാഴ്ച ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു. സുവിശേഷത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് ഇവർക്ക് മക്കളുണ്ടാകാതെ വിഷമിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഒരു 5 ദിവസം താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെ കഴിഞ്ഞ 2007 ഒക്ടോബർ മാസത്തിൽ വന്ന് ധ്യാനം കൂടി. പ്രൈസ് ദ ലോർഡ്. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് അവരെ അനുഗ്രഹിച്ച് ഇവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ദാനമാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും.